ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 8 നോമ്പിന്റെ 4-ാം ദിനത്തിലാണ് നാം. ഇന്ന് നാം ആത്മശോധന ചെയ്യുന്ന മൂലപാപം കോപം എന്നതാണ്. അതിനെതിരായിട്ടുള്ള പുണ്യം ക്ഷമയാണ്. പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ നമ്മൾ ഇന്ന് കോപം എന്ന മൂലപാപത്തെ വേരോടെ പിഴുതെടുത്ത് കളയാനും ഒപ്പം തന്നെ ക്ഷമ എന്ന പുണ്യം അഭ്യസിക്കാനും വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കോപം എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരത്തിന്റെ ഒരു ബഹിസ്ഫുരണം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മറ്റുള്ളവരുടെ കുറവുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്നത്, മറ്റുള്ളവർ നാം ഇഷ്ടപ്പെടുന്നത് പോലെ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാത്തതും ആയിരിക്കാത്തതും നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നത്, അതിന്റെ ഭാഗമായിട്ടാണ് കോപം ഉണ്ടാകുക. നമ്മൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും ആക്രോശിച്ച് സംസാരിക്കുകയും മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി കോപം എന്ന മൂലഭാവം കാരണമായി തീരുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ നാം പരിശീലിക്കേണ്ട ക്ഷമ എന്ന് പറഞ്ഞ പുണ്യം, അത് വലിയ ഒരു ദൈവിക ദാനമാണ്. ക്ഷമയ്ക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരുടെ കുറവുകൾ സഹിക്കുക എന്നുള്ളതാണ്. അതിന് ആത്മസംയമനം എന്ന് പറയും. അവരുടെ കുറവുകൾ, അവരുടെ പോരായ്മകൾ, അതെല്ലാം ക്ഷമാപൂർവ്വം നമ്മൾ ഉൾക്കൊള്ളുക. അവരുടെ കുറവുകളോടുകൂടി അവരെ സ്വീകരിക്കുന്നതാണ് ആത്മസംയമനം. രണ്ടാമത്തത്, അവരുടെ ദ്രോഹങ്ങൾ നമ്മൾ വേദനിപ്പിച്ചു, മുറിവേൽപ്പിച്ചു എങ്കിലും അവരോട് നമ്മൾ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വശം. ഈ 2 വശങ്ങളിലും നമുക്ക് വളർച്ച ആവശ്യമായിട്ടുണ്ട്. ഈ വളർച്ചയ്ക്ക് വേണ്ട വലിയ സഹായം പരിശുദ്ധ അമ്മ നമുക്ക് നൽകും. പരിശുദ്ധ അമ്മയോട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കോപം എന്ന മൂലപാപം എന്നിൽ നിന്ന് പിഴുതെടുത്തു മാറ്റണമേ. അതിന് പകരമായി ക്ഷമ എന്ന സ്വർഗീയ പുണ്യം എന്നിൽ വെച്ചുപിടിപ്പിക്കണമേ. അത് വളർന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ആവേ മരിയ.